ഇന്നതാണ് മഹബത്ത് എന്ന് ചിലപ്പോൾ പറയാൻ കഴിയില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടുള്ള മഹബത്ത് കൊണ്ട് റസൂലുള്ളാഹിന്റെ വഫാത്തിന് ശേഷം ബിലാൽ റളിയല്ലാഹു അൻഹു മദീനയിൽ നിൽക്കാൻ കഴിയുന്നില്ല. ആ മഹബത്താണ്. മദീനയിൽ നിങ്ങൾ കുറെ കാലം നിന്നാൽ ആക്രമിക്കപ്പെടും, കൊല്ലപ്പെടാൻ സാധ്യതയുണ്ട്, അതുകൊണ്ട് കൂഫയിലേക്കോ ബസ്രയിലേക്കോ നാട് വിട്ടോളി എന്ന് കലാപ കലുഷിതമായ കാലത്ത് ഉസ്മാൻ റളിയല്ലാഹുവിനോട് പറഞ്ഞപ്പോൾ ഞാൻ എന്റെ ഉച്ചരവിയുടെ മദീനയിൽ പോകില്ല, അത് മഹബത്താണ്. ഉസ്മാൻ റളിയല്ലാഹു മദീനയിൽ പോകാത്തത് മഹബത്ത്, ബിലാൽ റളിയല്ലാഹു മദീനയിൽ നിൽക്കാത്തത് മഹബത്ത്. അപ്പൊ പിന്നെ മഹബത്തിന്റെ ഡെഫിനിഷൻ പോയാ എങ്ങനെ? അത് അവനവൻ ഹൃദയത്തിൽ അനുഭവിക്കേണ്ട ഒരു അനുഭൂതിയാണ്, ഒരു ടേസ്റ്റാണ്, ഒരു സുഖം. എന്നാലും ചില മഹാന്മാര് പറയാൻ ശ്രമിച്ചു നോക്കുന്നുണ്ട്. അബൂ അബ്ദില്ലാഹിൽ ഖുറശി തങ്ങളെ പോലുള്ളവർ, പിൽക്കാലത്ത് വന്ന മഹാന്മാരിൽ പലരും ശ്രമിച്ചു നോക്കുന്നുണ്ട്. എന്താണ് മഹബത്ത് എന്ന് പറയാൻ ശ്രമിച്ചു നോക്കുന്നുണ്ട്. എന്താ പറയണത്? ഒന്ന്, മഹബത്ത് പല തരത്തിലും ഉണ്ടാവും, അതിനും ഡിഗ്രികൾ ഉണ്ടാവും. എല്ലാവർക്കും ഒരേ അളവിലല്ല മഹബത്ത് ഉണ്ടാവുക. ചിലർക്ക് ഒരിറ്റ്, ചിലർക്ക് ഒരു വറ്റ്, ചിലർക്ക് നന്നായിട്ടുണ്ടാവും, ചിലരുടെ കൽവിൽ നിറയെ മഹബത്തായിരിക്കും. ലോകത്ത് ഏറ്റവും കൂടുതൽ മഹബത്തുള്ളവർ അസ്ഹാബ് മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്വഹാബത്താണ്. ഏറ്റവും കൂടുതൽ അള്ളാഹുവിന്റെ ഹബീബായ തങ്ങളോട് മഹബത്ത് കൊടുത്തത് സ്വഹാബത്തിനാണ്.